സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റ് റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇനി ആർക്കും ഇതുപോലെ എളുപ്പത്തിൽ ബീഫ് കട്ട്ലറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ എല്ലില്ലാത്ത ബീഫ് 400 ഗ്രാം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ അടുപ്പിക്കുക. 5 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 20 മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറക്കാവൂ. 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. കൈകൊണ്ട് വെള്ളം പിഴിഞ്ഞ് വറ്റിച്ച് ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റി ഇതുപോലെ നന്നായി ക്രഷ് ചെയ്തെടുക്കണം. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഒരു മിനിറ്റിന് ശേഷം 3 ഇടത്തരം വലുപ്പമുള്ള സവോള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 കറിവേപ്പിലയുടെ തണ്ട് എന്നിവ ചേർക്കുക. കറിവേപ്പില ചേർക്കുമ്പോൾ ചെറുതായി നുറുക്കിയിട്ട് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വഴറ്റുക. 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ചേർക്കാം. ഒപ്പം 300 ഗ്രാം അല്ലെങ്കിൽ 3 ഇടത്തരം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. കൂടാതെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയം ഉപ്പ് നോക്കി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. എന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈകളിൽ കുറച്ച് എണ്ണ തേക്കുക. എന്നിട്ട് മിക്സ് എടുത്ത് ഇതുപോലെ കട്ട്ലറ്റ് രൂപത്തിലാക്കുക. ഇനി വേണ്ടത് നമുക്ക് 2 മുട്ട അടിച്ചെടുത്തതാണ്. കോട്ട് ചെയ്യാൻ ബ്രെഡ് ക്രംസും ആവശ്യമാണ്. ആദ്യം നമ്മൾ അടിച്ചെടുത്ത മുട്ടയിൽ കട്ട്ലറ്റ് മുക്കിയെടുക്കണം. പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായി കോട്ടിംഗ് ചെയ്ത് പിടിപ്പിക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. എണ്ണയിലേക്ക് കട്ട്ലറ്റ് ഇടുന്നതിന് മുമ്പ് എണ്ണ നന്നായി ചൂടാണെന്ന് ഉറപ്പുവരുത്തുക. ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റ് റെസിപ്പി റെഡി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇനി ആർക്കും ഇതുപോലെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.